ബ്രഹ്മയുഗം. അല്ല, ഞാൻ ഒരു അഭിനയഭ്രാന്തനായിരുന്നു. സിനിമ ആണ്, സോറി, അല്ല, അഭിനയഭ്രാന്തനായിരുന്നു. നമ്മൾ സിനിമയിലേക്ക് വരുന്നതിന് മുമ്പുള്ള കാര്യമാണ്. അത് സിനിമാ ഭ്രാന്തനുമാണ്. അപ്പോൾ ഇന്നല്ല, പണ്ട് മുതലേ തുടങ്ങിയതാണ്. ഇല്ലെങ്കിൽ ഞാൻ സിനിമാ നടനാവില്ല. ഞാൻ സിനിമാ നടനായില്ലെങ്കിൽ സിനിമയ്ക്ക് തീ പിടിക്കുന്ന ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. എന്നെ സിനിമാ നടനാക്കിയേ ഒക്കുള്ളൂ മലയാള സിനിമ. അത്രത്തോളം ഞാൻ ഇതിനെ മോഹിച്ചതാണ്. അല്ലാണ്ട് എന്നെ തട്ടിക്കളയാൻ സിനിമയ്ക്ക് പറ്റിയില്ല. അത്രത്തോളം ഞാൻ മോഹിച്ചതാണ്. അല്ല, എന്നെപ്പോലെ മോഹിക്കുന്ന ഒത്തിരി പിള്ളേരുണ്ട് കേട്ടോ, ഇല്ലെന്നല്ല. പക്ഷേ അതിന് എല്ലാവരും അവർ വരുമായിരിക്കും. അവർക്ക് അവരുടെ ഒരു അവസരം വരുമ്പോൾ വരും. ഇപ്പോഴത്തെ പുതിയ ആളുകൾ കഥ പറയാൻ വരുമ്പോൾ ഒരാളല്ല വരുന്നത്, സെറ്റാണ് വരുന്നത്. ക്യാമറമാൻ, മ്യൂസിക് ഡയറക്ടർ ഉൾപ്പെടെ, എഡിറ്റർ, കഥാകൃത്തുക്കൾ 2 പേര്, ഡയറക്ടർ, അങ്ങനെ ഒരു 5-6 ആൾക്കാരാണ് സിനിമയുടെ കഥ പറയാൻ വരുന്നത്. റെഡിയാണ് സംഭവം. അപ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എടുത്ത് ചാറൊഴിച്ച് കുറിച്ചുണ്ടാൽ മതി. എനിക്ക് തോന്നിയിട്ടുള്ളത് സംവിധായകൻ പറയുന്ന കഥ. സംവിധായകൻ ആണല്ലോ സാധാരണ നരേറ്റ് ചെയ്യുന്നത്, വേറെ ആളെ കൊണ്ടുവന്നിട്ടല്ല. ഞാൻ പറഞ്ഞ സംവിധായകൻ തന്നെ പറയണം. സംവിധാനം ചെയ്യാൻ പോകുന്ന കഥ പറയുമ്പോൾ നമുക്കറിയാം ഇയാളെ മനസ്സിൽ ഈ സിനിമയുണ്ടെന്ന്. ഇയാൾ സിനിമ കാണുന്നുണ്ട്. അപ്പോൾ അയാൾ കാണുന്ന സിനിമ നമുക്ക് ഇഷ്ടപ്പെട്ട ആ സിനിമ അങ്ങനെ തന്നെ വരും. അങ്ങനെയാണ് ഒരു പരിധിവരെ. ഞാൻ ഇപ്പോഴത്തെ ഒരു പുതിയ ട്രിക്ക് ആരോടും പറയരുതേ. എപ്പോഴും നമ്മൾ സിനിമ ഇയാൾ പറയുന്നതല്ലേ, സിനിമ ഇയാൾ എടുത്തുണ്ടാക്കി വരുമ്പോൾ എങ്ങനെയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതൊന്നും പക്ഷേ എന്നാലും നമ്മൾ അയാൾ പറയുന്ന കഥയിൽ വീണ് പോകും. വെച്ചാൽ കഥ ഇയാൾ കാണുന്നു. ഇപ്പോൾ ബ്ലസ്സി എന്ന് പറഞ്ഞൊരു ഡയറക്ടർ, ബ്ലസ്സി എന്ന് പറഞ്ഞ ഡയറക്ടർ എൻ്റെ അടുത്ത് കഥ പറയാൻ വന്നപ്പോൾ കഥ പറഞ്ഞിട്ട് ഇത് ഞാൻ ലോയി സാറിനോട് ചോദിച്ചിട്ടുണ്ട്, പുള്ളിക്ക് സമയമുണ്ടെങ്കിൽ പുള്ളിയെ കൊണ്ട് എഴുതിക്കാൻ, അല്ലെ ശ്രീനിവാസൻ സാറായ എങ്ങനെ ഉണ്ടാവും. ഞാൻ പറഞ്ഞു അവർക്കൊക്കെ വേറെ പണിയുള്ളവരല്ലേ, താൻ ഈ കഥ എന്നോട് പറഞ്ഞൊന്ന് എഴുതി നോക്കാൻ പറഞ്ഞു. ഇതുപോലെ ഒന്ന് എഴുതാൻ പറഞ്ഞു. 7ാമത്തെ ദിവസം അയാൾ പറഞ്ഞു, സാറേ 62 സീനായെന്ന് പറഞ്ഞു. ഞാൻ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. പിന്നെ അത് വായിച്ചപ്പോൾ ഓക്കെയാണ്, അതാണ് സ്ക്രിപ്റ്റ്, അതാണ് കാഴ്ച. അങ്ങനെയാണ് പുള്ളി കൊണ്ട് എഴുതിച്ചത് ഞാൻ വായിച്ചിട്ടുണ്ട്. പറഞ്ഞ ഇതേ കാര്യം ഇപ്പോൾ ഈ ബസൂക്ക എന്ന് പറഞ്ഞ അതിൻ്റെ കഥ പറയണമെന്ന് പറഞ്ഞ് കല്ലൂർ ഡെന്നിസിൻ്റെ മകനാണ്. കഥ പറയണമെന്ന് പറഞ്ഞ് കുറേ നാളായിട്ട് പിന്നെ നടക്കുന്നു. ഞാൻ പറഞ്ഞു, എടാ നിനക്ക് ഇവരെ പണിയൊന്നുമില്ല, അച്ഛൻ എഴുതിയെന്ന് പറഞ്ഞ് നിനക്കൊക്കെ എന്താ ക്വാളിറ്റി, അല്ല എൻ്റെ ഒരു കഥ ഒന്ന് കേൾക്കണം. കഥ ഇങ്ങനെ കേട്ടു, കഥ ഓക്കെ ചെയ്യാം എന്നുള്ള ലൈനായി. പല പ്രൊഡ്യൂസർമാരുടെ അടുത്തും അന്വേഷിച്ചാണ്. എന്നിട്ട് ഡയറക്ടറില്ല ഇപ്പോൾ, ഈ കഥ പറഞ്ഞിട്ടുള്ളൊരു ഡയറക്ടർ നോക്കിയാണ്. ഞാനവനോട് പറഞ്ഞ്, ഈ കഥ നിന്നോളം നന്നായിട്ട് ആർക്കും പറയാൻ പറ്റില്ല, നീ തന്നെ ഡയറക്റ്റ് ചെയ്യണം പറഞ്ഞു. അവനതിനെപ്പറ്റി ഒരു എക്സ്പീരിയൻസും ഇല്ല. ഇനി ബാക്കി നിങ്ങൾ കാണുമ്പോൾ തീരുമാനിച്ചാൽ മതി. പക്ഷേ അവനെ ഓരോ ഫ്രെയിമും കാണപ്പെടാം. നമുക്ക് ഓരോ ഫ്രെയിമും കാണപ്പെടാം. ഓരോ സീനും ഓരോ ഷോട്ടും ഒക്കെ കൃത്യമാണ്.